നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നളന്ദ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷം. സ്കൂളിലെ ടാപ്പുകൾ കവർന്നു. കൊടുങ്ങല്ലൂരിൽ തമിഴ്നാട് സ്വദേശിനിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അരിമ്പൂരിൽ ഉത്സവത്തിനിടെ 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതി പിടിയിൽ. കാട്ടൂരിൽ ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. നളന്ദ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷം. സ്കൂളിലെ ടാപ്പുകൾ കവർന്നു. കീഴ്പള്ളിക്കര നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ഓളം ലോഹ ടാപ്പുകളാണ് നഷ്ടപ്പെട്ടത്. ക്രിസ്മസ് അവധി കഴിഞ്ഞെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. 1 മാസം മുൻപാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഭിത്തി നിർമ്മിച്ച് ടാപ്പുകൾ സ്ഥാപിച്ചത്. ഏകദേശം 5000 രൂപയുടെ നഷ്ടം ഉണ്ടായതായി പറയുന്നു. ഈ ടാപ്പില് 2-ാം തീയതിയാണ് മോഷണം പോയിട്ടുള്ളതെന്ന് ഒരു ഊഹമുണ്ട്. എന്താണെന്ന് വെച്ചാൽ 1-ാം തീയതി ഒരു NSS ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. ഉച്ചവരെ അവർക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അവർ പോയി. പിന്നെ വർക്കേഴ്സ് കൺസ്ട്രക്ഷൻ്റെ ഭാഗമായുള്ള വർക്കേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് ഉണ്ടായില്ല അവർ. അപ്പോൾ ആ ദിവസമായിരിക്കും 2-ാം തീയതി ആയിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവും തോന്നുന്നു. 3-ാം തീയതി അച്ഛൻ വന്ന് നോക്കിയപ്പോഴാണ് ടാപ്പിലൊന്നും കാണാണ്ടായിട്ടുള്ളത്. അപ്പോൾ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ടെലിഫോൺ ത്രൂ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പോലീസിന്. പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഒന്ന് നോക്കാണ്ട്. ഞങ്ങൾക്ക് CCTV ഉണ്ട്. പക്ഷേ ഈ ഭാഗത്തുള്ള ക്യാമറ ഇത് കാണില്ല. അപ്പോൾ ബാക്ക് ഗേറ്റ് ത്രൂ ആയിരിക്കും അവർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്യാമറ ഒന്ന് ചെക്കിങ് ചെയ്താൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്കൂളിന് ചുറ്റുമതിലും ഗേറ്റും ഉണ്ടെങ്കിലും രാത്രി സ്കൂളിനകത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട്. കായിക രംഗത്ത് വിജയം നേടിയ കുട്ടികളുടെ ഫോട്ടോ സഹിതം സ്കൂളിന് മുൻവശത്ത് സ്ഥാപിച്ചിരുന്നു. അനുമോദന ബോർഡ് കുറച്ചു നാൾ മുൻപ് സാമൂഹ്യ വിരുദ്ധർ തീ വെച്ച് നശിപ്പിച്ചിരുന്നു. പ്രധാന അധ്യാപിക അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് സ്ഥലം സന്ദർശിച്ചു. ദൂരപരിധി കൂടുതലുള്ള അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ അതിർത്തി പ്രദേശമായ കീഴ്പള്ളിക്കരയിലെ സമീപ പ്രദേശങ്ങളിലും പോലീസിന്റെ സാന്നിധ്യക്കുറവ് ഉള്ളതിനാൽ സ്കൂളുകളും പാടശേഖരങ്ങളും രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളങ്ങളായി മാറുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്ന് നാട്ടുകാരും പറയുന്നു. കൊടുങ്ങല്ലൂരിൽ തമിഴ്നാട് സ്വദേശിനിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ശ്രീഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുളത്തിൽ തമിഴ്നാട് സ്വദേശിനിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുപ്പൂർ മാരുൾപ്പെട്ടി സ്വദേശിനി 48 വയസ്സുള്ള നാഗമ്മ ആണ് മരിച്ചത്. അരിമ്പൂരിൽ ഉത്സവത്തിനിടെ 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതി പിടിയിൽ. അരിമ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഉത്സവത്തിനിടെ 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതി പിടിയിൽ. തമിഴ്നാട് സ്വദേശിനി പളനി അമ്മാളിനെ നാട്ടുകാരാണ് പിടികൂടി പോലീസിന് കൈമാറിയത്. തൃശൂർ പേരാമംഗലം സ്വദേശികളായ കുടുംബം 9 മാസം പ്രായമുള്ള കുഞ്ഞുമൊത്താണ് അരിമ്പൂരിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിയത്. ഉത്സവത്തിന്റെ പ്രധാന ദിവസമായതിനാൽ ക്ഷേത്ര പരിസരത്തെല്ലാം വലിയ ആൾത്തിരക്കായിരുന്നു. അതിനിടെ രാത്രി 7 മണിയോടെ ആണ് കുഞ്ഞിന്റെ മാല പൊട്ടിച്ചത്. ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും മാല പൊട്ടിച്ചെടുത്ത യുവതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നാട്ടുകാരും പോലീസും പിന്തുടർന്നതോടെ അവർ മാല അടുത്തുള്ള കടയിലേക്ക് വലിച്ചെറിഞ്ഞു. തുടർന്ന് തമിഴ്നാട് സ്വദേശിനി പളനി അമ്മാളിനെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. പിന്നീട് പ്രതിയെ അന്തിക്കാട് പോലീസിന് കൈമാറി. മാല പൊട്ടിക്കുന്നതിനിടെ കുഞ്ഞിന്റെ കഴുത്തിന് മുറിവേറ്റു. ക്ഷേത്ര ഉത്സവങ്ങളുടെ മറവിൽ മോഷണം നടത്തുന്ന സംഘത്തിലുള്ള ആളാണ് പിടിയിലായ യുവതിയെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതിയിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തു. കാട്ടൂരിൽ ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കാട്ടൂർ അശോക ബാറിൽ വെച്ച് പ്രതികൾ ഗ്ലാസുകൾ എറിഞ്ഞു പൊട്ടിച്ചത് ചോദ്യം ചെയ്തിട്ടുള്ള വിരോധത്താൽ കാട്ടൂർ എടത്തിരുത്തി സ്വദേശി മഞ്ഞനങ്കാട്ടിൽ വീട്ടിൽ 42 വയസ്സുള്ള ബിജുമോൻ എന്നയാളെ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ് ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. താണിശ്ശേരി സ്വദേശി പാറപ്പറമ്പിൽ വീട്ടിൽ 37 വയസ്സുള്ള കൃഷ്ണകുമാർ, കാർളം വെള്ളാനി സ്വദേശി കുറുവത്ത് വീട്ടിൽ 43 വയസ്സുള്ള ബബീഷ്, താണിശ്ശേരി സ്വദേശി കണ്ണുംകാട്ടിൽ വീട്ടിൽ 35 വയസ്സുള്ള ജയേഷ്,
എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ബബീഷ് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 വധശ്രമ കേസിലും സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയ 1 കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനശല്യം ചെയ്ത 3 കേസിലും 5 കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ചതിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കാൻ ഇടയായ കേസിലും അടക്കം 13 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ SI സബീഷ്, GSI സുധീർ, GSCPO സിജു, CPOമാരായ ഫെബിൻ, സുനിൽ, അനന്തരാജ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ വിരവിമുക്ത ദിനം സംഘടിപ്പിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് അംഗം CL ജോബി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സ്മിത പി ജോസ് അധ്യക്ഷത വഹിച്ചു. വിരബാധയില്ലാത്ത കുട്ടികൾ, ആരോഗ്യമുള്ള കുട്ടികൾ എന്ന പദ്ധതിയുടെ വിശദീകരണം പ്രധാനാധ്യാപകൻ KK ഫ്രാൻസിസ് നടത്തി. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിരബാധയ്ക്കെതിരെ ആൽബൻഡോസോൾ ഗുളിക നൽകി. അധ്യാപകനായ ലിയോ ദേവ്, ഷെറിൻ ജോജോ എന്നിവർ പ്രസംഗിച്ചു. HVACR ചാവക്കാട് താലൂക്കിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകരയിലെ അമ്മമാർക്ക് സ്നേഹവിരുന്ന് ഒരുക്കി. സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് പെരിങ്ങോട്ടുകരയിൽ നിരാലംബരായ കഴിയുന്ന അന്തേവാസികൾക്ക് ഒരു നേരത്തെ വിരുന്നൊരുക്കിയത്. ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് ജോയ്സൺ TV, സെക്രട്ടറി രമേശ് P, ട്രഷറർ സുബിൻ മിസ്റ്റ്, മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരും പരിപാടിക്ക് നേതൃത്വം നൽകി. കൈപ്പമംഗലം ചെളിങ്ങാട് അമ്പലനടയിൽ റോഡിലെ മണ്ണിൽ പുതഞ്ഞ് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ താഴ്ചയിലേക്ക് വീണു. സ്കൂട്ടർ യാത്രികന് പരിക്ക്. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ കുടിവെള്ള പൈപ്പിടാൻ കുഴിച്ചെടുത്ത് മണ്ണിൽ പുതഞ്ഞ് നിയന്ത്രണം വിട്ട സ്കൂട്ടർ 10 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. സ്കൂട്ടർ യാത്രികനായ ചളിങ്ങാട് പള്ളിനട സ്വദേശി പുത്തൂർ വീട്ടിൽ ഷാജുവിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ നാട്ടുകാർ ചന്ദ്രാപ്പിന്നി അൽ ഇക്ബാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി എടുത്ത കുഴി യഥാവിധി പുനഃസ്ഥാപിക്കാത്തത് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ VP തുരുത്തിൽ കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കലർന്നു. വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ ശുദ്ധജല മോഷണം കണ്ടെത്തി. വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈനിൽ നിന്ന് ശുദ്ധജലം ഊറ്റിയെടുത്ത് മണൽ കഴുകുന്ന കേന്ദ്രമാണ് കണ്ടെത്തിയത്. തേമാലിപ്പറമ്പിൽ സിവിൽ ഷാദിന്റെ ഉടമസ്ഥതയിലുള്ള 80,000 മീറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്ക് നിർമ്മിച്ചാണ് കുടിവെള്ളം ഊറ്റിയെടുത്തിരുന്നത്. പ്രദേശത്തെ വീടുകളിൽ ഉപ്പ് കലർന്ന വെള്ളമാണ് ലഭിക്കുന്നതെന്ന പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിലാണ് ജലമോഷണം കണ്ടെത്തിയത്. പുഴയിൽ നിന്നും വാരിയെടുത്ത മണൽ കഴുകാനാണ് കുടിവെള്ളം ഉപയോഗിച്ചിരുന്നത്. ജലമോഷണം കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥലം ഉടമയ്ക്ക് പിഴ ചുമത്തുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ, റവന്യൂ ഓഫീസർ ജോബി, സീനിയർ പബ്ലിക് ഇൻചാർജ് നാനാച്ചി, ഓവർസിയർ സക്കീർ ഹുസൈൻ തുടങ്ങിയവരാണ് കുടിവെള്ള മോഷണം പിടികൂടിയത്. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 3 കടകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. പടിഞ്ഞാറ നടയിലെ ബാലാജി റെസ്റ്റോറന്റ്, മോഡേൺ ടീ സ്റ്റാൾ, സരസ്വതി ഡയറി എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. പരിശോധന തുടരുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണ് ഇരിങ്ങാലക്കുട സ്വദേശിയായ സ്കൂട്ടർ യാത്രിക മരിച്ചു. കൊട്ടിലിങ്ങപ്പാടം ആസാദ് റോഡിൽ കരിപ്പുഴ വീട്ടിൽ ആസാദിന്റെ മകൾ 28 വയസ്സുള്ള ആസിദയാണ് മരിച്ചത്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നെല്ലിപ്പറമ്പിൽ തിങ്കളാഴ്ച വൈകിട്ട് 8 മണിയോടെയായിരുന്നു അപകടം. ബന്ധുവീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു ആസിദ. സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എതിരെ വന്ന ബൈക്കിൽ സ്കൂട്ടർ തട്ടി മറിഞ്ഞു വീണ ആസിദയുടെ ശരീരത്തിൽ ബസ് കയറിയിറങ്ങുകയായിരുന്നു. സ്കൂട്ടറിലുണ്ടായിരുന്ന മറ്റു 2 പേർ മറുവശത്തേക്ക് മറിഞ്ഞു വീണതിനാൽ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മറ്റത്തൂർ പഞ്ചായത്തിലെ BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് DYFI മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. കോടാലിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം DYFI സംസ്ഥാന പ്രസിഡന്റ് V ഫസ്റ്റിൽ ഉദ്ഘാടനം ചെയ്തു. DYFI കൊടകര മേഖലാ സെക്രട്ടറി PD നെൽസൺ അധ്യക്ഷത വഹിച്ചു. DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി റോസൽ രാജ്, CPM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത്, DYFI മറ്റത്തൂർ മേഖലാ സെക്രട്ടറി CK ശ്രീജിത്ത്, നേതാക്കളായ PC ഉമേഷ്, PS രാജൻ എന്നിവർ സംസാരിച്ചു. അനധികൃതമായി ലേസർ ലൈറ്റുകളും ഉയർന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന മ്യൂസിക് സിസ്റ്റവും ഘടിപ്പിച്ച ടൂറിസ്റ്റ് ബസ് തൃശൂരിൽ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. എടപ്പാളിൽ നിന്നും അതിരപ്പള്ളിയിലേക്ക് പോയിരുന്ന ബസ്സാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ PV ബൈജുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. 32,500 രൂപ പിഴയും ഈടാക്കി. ചാവക്കാട് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയെ കാപ്പ നിയമപ്രകാരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നാടുകടത്തി. മണത്തല ബ്ലാങ്ങാട്ട് ബീച്ച് സ്വദേശി തിരുവത്ത് വീട്ടിൽ ആട് ഷിഹാബ് എന്ന് വിളിക്കുന്ന ഷിഹാബിനെയാണ് 6 മാസത്തേക്ക് നാടുകടത്തിയത്. മുണ്ടൂരിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാർ വൈദ്യുതി പോസ്റ്റിലും വീട്ടുമതിലിലും ഇടിച്ച് അപകടം.
കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മുണ്ടൂർ കൊട്ടേക്കാട്ട് റോഡിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലെ വൈദ്യുതി തൂണിലിടിച്ച വാഹനം നീലങ്കാവിൽ ജെൻസന്റെയും എടക്കളത്തൂർ ടിമിൻസിന്റെയും മതിലുകളിൽ ഇടിച്ചു നിന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അന്തർജില്ലാ മോഷണ സംഘത്തെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി നിരത്തിൽ വീട്ടിൽ അജയ്, സഹോദരൻ സൂരജ് എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത 3 പേരെയുമാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. എടത്തുരുത്തി കാക്കാത്തുരുത്തിയിൽ പലചരക്ക് കടയിൽ നിന്നും 50,000 രൂപ മോഷ്ടിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. മമ്മിയൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്ക്. ടോറസ് ലോറി ഡ്രൈവർ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷാക്കിർ, ബസ് യാത്രക്കാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ടോറസിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവർ ഷാക്കിറിനെ ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. മമ്മിയൂർ അത്താണി ജംഗ്ഷനിൽ പുലർച്ചെ 1:30യോടെയായിരുന്നു അപകടം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കർണാടകയിലേക്ക് പോകുന്ന ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. അത്താണി ജംഗ്ഷനിലെ ട്രാഫിക് ഐലൻഡിൽ നിന്ന് ഇടത്തോട്ട് തിരിയുന്നതിന് പകരം ബസ് വലത്തുഭാഗത്തുകൂടെ കുന്നംകുളം റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഈ സമയം കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന ടോറസ് ബസ്സിലിടിച്ചു. 50 മീറ്ററോളം ബസ്സിനെ തള്ളി നീക്കി സമീപത്തെ വീട്ടുമതിൽ തകർത്തു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകരും ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകരും മുതുവട്ടൂർ രാജ ആശുപത്രിയിലും ഹയാത്ത് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. ഇവരെ പിന്നീട് അമല ആശുപത്രിയിലേക്കും അശ്വിനി ആശുപത്രിയിലേക്കും മാറ്റി. തൃശൂരിൽ സ്വരാജ് റൗണ്ടിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിൽ കവർച്ച. കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിനോട് ചേർന്നുള്ള ഭക്തപ്രിയ ക്ഷേത്രത്തിലാണ് കവർച്ച. കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിനോട് ചേർന്നുള്ള ഭക്തപ്രിയ ക്ഷേത്രത്തിലാണ് കവർച്ച. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. 15,000 രൂപയോളം നഷ്ടപ്പെട്ടതായി നിഗമനം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിലെ മേശയും കൗണ്ടറും തകർത്തുവെങ്കിലും ഇവിടെ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടില്ല. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറ ഭാഗത്ത് കാട്ടാന ആക്രമണം രൂക്ഷം. ക്ഷേത്രവും ആൾതാമസമില്ലാത്ത ഭാഗവും ആനകൾ തകർത്തു. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. 7 ആനകളാണ് ഉണ്ടായിരുന്നത്. ആനക്കൂട്ടം നിരവധി എണ്ണപ്പനകൾ ഒടിച്ചിട്ടു. പ്രദേശത്തെ ശിവക്ഷേത്രം ആക്രമിച്ച ആനകൾ തൊഴിലാളികൾ ഉപേക്ഷിച്ച ലയങ്ങൾ ആക്രമിക്കുകയായിരുന്നു. നിരന്തരം ആനശല്യം രൂക്ഷമായതോടെയാണ് തൊഴിലാളികൾ പ്ലാന്റേഷൻ താമസ സ്ഥലം ഉപേക്ഷിച്ചു പോയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നളന്ദ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷം. സ്കൂളിലെ ടാപ്പുകൾ കവർന്നു. കൊടുങ്ങല്ലൂരിൽ തമിഴ്നാട് സ്വദേശിനിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അരിമ്പൂരിൽ ഉത്സവത്തിനിടെ 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതി പിടിയിൽ. കാട്ടൂരിൽ ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.